അപ്പം കാർത്തിക്കുട്ടി പഠിക്കുകയാണ്, സോഷ്യലാണ് പഠിക്കുന്നത്. ഇടയ്ക്ക് കുക്കറിൻ്റെ സൗണ്ടൊക്കെ കേൾക്കണം, ക്ഷമിക്കണേ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു കുഞ്ഞു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പുസ്തകങ്ങളൊക്കെ ഇവിടെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പം സ്കൂളിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് ഒരാഴ്ചത്തെ സബ്ജക്റ്റൊക്കെ ഒന്ന് എല്ലാം കൂടെ കുറേശ്ശെ അപ്പം നമ്മൾ അതൊന്ന് റിവിഷൻ ചെയ്യുകയാണ്. ഇനി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുതി പഠിക്കാൻ പറയുകയാണ്. എഴുതി പഠിക്കാൻ എല്ലാ കുട്ടികൾക്കും ഭയങ്കര മടിയാണല്ലോ. അപ്പം ആൾ എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പഠിക്കട്ടെ, നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. കാർത്തിക്കുട്ടി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ നോക്കി വരികയായിരുന്നു. അപ്പോൾ വെള്ളം പുറത്ത് മഴ പെയ്യുന്ന വെള്ളം ഇങ്ങനെ കുഴലിൽ കൂടെ ഇങ്ങനെ ഒരു പാത്രമൊക്കെ വെച്ച് ശേഖരിക്കുകയാണ് കേട്ടോ. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പരിപാടിയും ഉണ്ട് പുള്ളിക്കാരിക്ക്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും ശരിക്കും. അപ്പോൾ ഇതാണ് പരിപാടി. പഠിച്ചുകൊണ്ടിരുന്നിടത്തോന്ന് ഓടിയതാ കേട്ടോ. ഇതൊക്കെയാണ്. ഹലോ, അപ്പം ഞാനേ അടുക്കളയെ കുറച്ച് പണിയായിരുന്നു കേട്ടോ, കാണിച്ചു തരാം. അപ്പം ചോറ് ഊറ്റിയിട്ടിട്ടുണ്ട്. പിന്നെ രാവിലെ അമ്മയ്ക്ക് വെച്ച കപ്പ ഇവിടെ ഇരിപ്പുണ്ടതാ. കപ്പ കാണിച്ചു തരാം. നല്ല കപ്പയും നല്ല പുഴുങ്ങിയ കപ്പ കേട്ടോ, അത് കാണിച്ചു തരാം. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ചെറുപയറും പുട്ട് കുറ്റിക്കകത്ത് ബാക്കി ഇരിപ്പുണ്ട് കുറച്ച്. പിന്നെ ഇത് ഞാൻ ഗ്യാസിൽ അമ്മയ്ക്ക് കഞ്ഞി അടിച്ചിട്ട് സീറ്റി അടിക്കാറായപ്പോൾ ഇങ്ങോട്ട് എടുത്ത് വെച്ച കേട്ടോ. അപ്പോൾ വെറുതെ തീ കിടക്കുമല്ലേ. അപ്പോൾ ഇനി അമ്മയ്ക്ക് ഇത് കാലി മുക്കാനുള്ള വെള്ളം അപ്പുറത്ത് ചൂടാവുന്നുണ്ട്. ഇനി എനിക്ക് ചോറെല്ലാം വെന്ത് കിടക്കുവാണ്. ഇനി എനിക്ക് കോവയ്ക്ക മെഴുക്കുവരട്ടിയും വെക്കണം, ഒരു മോരും കൂടെ കാച്ചണം. ചിക്കൻ 2-3 ഇരിപ്പുണ്ട്, വേണമെങ്കിൽ അത് ഞാൻ മറക്കും കേട്ടോ. അപ്പം ഞാൻ റൂംസിലൊക്കെ ഞാനൊന്ന് അടുക്കാൻ പോവാണ്. കേട്ടോ വരാം. ഇത് മോള് പഠിച്ചിട്ട് ഇവിടെ ഡൈനിങ് ടേബിളിൽ വെച്ചേക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വിളിച്ച കേട്ടോ. ഇവിടെ ഒരു റൂമാണ് കേട്ടോ, ഇതൊരു റൂമാണ്. അപ്പം ഞാൻ ഇവിടെ തുണിയൊക്കെ ഒന്ന് അടുക്കി വെക്കണം. പിന്നെ കുറച്ച് തുണി കഴുകി വെച്ചിട്ടുണ്ട്, ഇനി തുണി കഴുകാനുണ്ട്. അപ്പോൾ അതൊക്കെ കഴുകി വെക്കണം. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഇവിടെ ഒന്ന് മടക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തുണിയൊക്കെ ഒന്ന് കഴുകി വെക്കാം. കോവയ്ക്ക എടുക്കാം, നമുക്ക് മെഴുക്കുവരട്ടിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കോവയ്ക്ക എടുക്കാം. അപ്പോൾ ഇതാ കോവയ്ക്ക എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് കോവയ്ക്കാണ്ട് ഞാൻ ഇവിടെ കോവലൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ കാണിക്കാം മുളച്ച് വരുമ്പോൾ. കോവൽ നട്ട് നേരത്തെ വലയൊക്കെ ഇട്ട് നല്ലപോലെ കോവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ വർക്ക് ഏരിയ കിട്ടിയ സമയത്ത് നമ്മുടെ കോവലൊക്കെ ഇവിടുന്ന് പിഴുത് കളയേണ്ടി വന്നു. പിന്നെ ഒന്നും അങ്ങോട്ട് ഉണ്ടായിട്ടില്ല, നമ്മൾ വെച്ചിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം 2-3 കമ്പ് വെച്ചിട്ടുണ്ട് കോവയ്ക്ക. അപ്പോൾ ഈ കോവയ്ക്ക അരിയുന്നതിന് മുന്നേറ്റ് എനിക്ക് കുറച്ച് തുണിയൊക്കെ കഴുകാനുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ നടക്കുകയാണ്. അപ്പം ചിക്കിക്ക് നിങ്ങൾ ചോദിച്ചല്ലോ, ഞാൻ ഇടയ്ക്കൊക്കെ പറയുമല്ലോ എൻ്റെ കോഴിക്ക് വയ്യായിരുന്നു, അതിന് മരുന്ന് കുറച്ച് സുഖമായിട്ടുണ്ട്. ഞാൻ ചിക്കിയെ കാണിച്ചു തരാം. ചിക്കുമ്മ ഇതാ നോക്ക്, ഇതാണ് നമ്മുടെ ചിക്കി. അവനിപ്പോൾ സുഖമായി. അവനെ നമ്മൾ നന്നായിട്ട് നോക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെപ്പോലെ വേണം നമ്മളെപ്പോഴും. കോഴിയായാലും അതുങ്ങൾ ജീവനാണ്, അതുങ്ങളെ കെയർ ചെയ്യാൻ ഞങ്ങളിപ്പോൾ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് ഞങ്ങളുടെ ചിക്കുമ്മ. അപ്പോൾ എനിക്ക് ഈ വാഷ് ബേസിനും ഇവിടൊക്കെ ഒന്ന് തേച്ച് കഴുകണം. കാരണം ഇവിടെ ഞാൻ കോഴിയൊക്കെ ഇടുന്നതാണ്. ഇവിടെ നമുക്ക് ഒരാളുടെ കിടപ്പുണ്ട്, നമ്മുടെ കുറുമ്പി ഞാൻ കാണിക്കുന്നില്ല. അവൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അവൾ കാണിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഇവൾ ജെറ്റ് വിമാനം പോലെ ഓടും, അങ്ങനെയാണ്. എന്നിട്ട് ഇനി വാഷ് ബേസിനൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്താ തുണി കുറച്ച് ഇനിയുണ്ട്. മുറ്റത്ത് ഭയങ്കര മഴയുണ്ട്, ബാത്റൂമിൽ നിന്നാണ് തുണിയൊക്കെ നനച്ചിരുന്നത്. അപ്പം ഞാൻ ഈ തുണിയൊക്കെ ഒന്ന് നനച്ചിട്ട് വന്നിട്ട് ബാക്കി കാണാം കേട്ടോ. അപ്പം ഞാനേ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, തുണിയെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഇവിടെ കോഴി ഈ ഒരു സൈഡിലാണ് നമ്മൾ കൂടും കോഴിയായിട്ടൊക്കെ വെക്കുന്നത്. അപ്പം ഞാൻ എന്നും ഇവിടെ തറ കഴുകും. തറ നിങ്ങൾ കാണുമ്പോഴേ അറിയാം, നല്ല ചളിയുണ്ട് തറയിൽ. എന്നും കഴുകിയാലും നമ്മൾ സോപ്പിട്ട് കഴുകും കേട്ടോ, സോപ്പ് പൊടി ഇട്ട് കഴുകും. ചിലപ്പോൾ തെന്നലൊക്കെ ഉണ്ടാവും. അപ്പം ഞാനങ്ങനെ പതുക്കെ പിടിച്ച് കഴുകും. അന്നേരം കഴുകിയില്ലെങ്കിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഭയങ്കര നമ്മൾ സോപ്പ് പൊടി ഇടുമ്പോൾ സൂക്ഷിക്കണം, നല്ല വഴുക്കല. അപ്പം ഞാൻ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകും.
സ്ലിപ്പാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ സ്ലിപ്പായേനെ പറഞ്ഞില്ല, അതിന് മുമ്പ് സ്ലിപ്പായി. അപ്പം സോപ്പ് പൊടി ഇട്ട് കഴുകുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ നേരെ അതിങ്ങനെ ഒലിച്ചിറങ്ങും. നല്ലപോലെ നമ്മൾ തൂത്തില്ലേലും അതിങ്ങനെ ഒലിച്ചിറങ്ങും. അപ്പോൾ വാഷ് ബേസിനും കൂടെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കഴുകി കേട്ടോ. നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി ഓൾറെഡി സോപ്പിട്ടൊക്കെ വെച്ചതാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. അപ്പം ഇതാ ഇതിൻ്റെ ഗ്ലാസ്സും കൂടി ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി. എങ്കിലും ഞാൻ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് ചിപ്പി ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടോ പേപ്പർ വെച്ചിട്ടോ ഇങ്ങനെ ഉണങ്ങി കഴിയുമ്പോൾ തുടച്ചെടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ മൊത്തം കഴുകിയിട്ട് കാണാം. അപ്പോൾ ദാ നമ്മളിവിടെ എല്ലാം തറയെല്ലാം നന്നായി തേച്ച് കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കുമ്മയൊക്കെ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക ഇങ്ങോട്ട് കൊണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ തുണിയൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അത് കൊണ്ടുവന്ന് നമ്മുടെ ടെറസിൽ വിരിക്കണം കേട്ടോ. അപ്പം അതാണ് ഇനി അടുത്ത പണി. അന്നേരം ഇപ്പം ഞാൻ ആ വീഡിയോ എടുക്കുന്നത് കേട്ടോ. മോളെന്തോ കളിക്കാനായിട്ട് പോയി. എപ്പോഴും അവരെ കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതാ ഇതാണ് ഞങ്ങളുടെ അയ്യം കേട്ടോ. അപ്പം മഴ ആയതുകൊണ്ട് മുറ്റത്തോട്ടൊന്നും ഇറങ്ങാനായി പറ്റിയില്ല. ഇനി അങ്ങോട്ട് ഇറങ്ങണം. ഇനി തുണിയൊക്കെ മുകളിൽ കൊണ്ടൊന്ന് വിരിച്ചിടണം. അങ്ങനെ കുറച്ച് ജോലി. അപ്പോൾ നമ്മുടെ ഉണ്ടമുളക് ഒന്ന് കാണിച്ചു തരാമെന്ന് നിങ്ങളെ വിചാരിച്ച്. ഇതാണ് നമ്മുടെ ഉണ്ടമുളക്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയല്ലോ പഴുകിഞ്ഞ് കുടിക്കുന്നതൊന്നും ഞാൻ ഇതുവരെയും കാണിച്ചു തരുന്നില്ല കേട്ടോ. അപ്പം നമ്മുടെ നിറയെ മുളക് പൂത്തിട്ടുമുണ്ട്. നല്ല വൃത്തിക്ക് പൂവിട്ടിട്ടുമുണ്ട് കേട്ടോ. വീണ്ടും പൂവിട്ടേക്കുവാണ്. ഇതാ കണ്ടോ. ഇനി ഞാൻ അവിടുത്തെ വിശേഷം കുറച്ച് കാണിച്ചു തരാം. അവിടുത്തെ അങ്ങോട്ട് പണ്ട് എൻ്റെ കുഞ്ഞുനാളിലുണ്ടല്ലോ ഞാൻ ഈ സാധനം വെച്ചൊക്കെ കളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് ഞങ്ങൾ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കുഞ്ഞിലെ കളിക്കുന്നത്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ കാർത്തിയോട് പറയാം ഒരു ഫോട്ടോ എടുത്തോളാം. ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇത് ആരും കണ്ടു കാണത്തില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ നൊസ്റ്റാൾജിയാണ് ഗൈസ്. ഫോട്ടോ എടുത്തോ. ഇതൊക്കെ കേട്ടോ അപ്പുറത്തെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അരി ഇട്ട് തെളിച്ചതാട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ മുള്ളാത്തക്കകത്ത് എന്താ പറയുക ഒന്നും അങ്ങോട്ട് വളരുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. അടുത്തത് നമ്മുടെ ചീവപ്പുളിയായിരുന്നു. ഇത് നിറച്ച് പുളിയൊക്കെ ഉള്ളതായിരുന്നു. ഇപ്പോൾ പ്ലാവിൻ്റെ മണ്ട വീണ് ഇവനങ്ങ് പോയി. പിന്നെ പൊട്ടിക്കളിച്ചതാട്ടോ. ഇവിടെ ഒരു പച്ചമുളക് നിൽപ്പുണ്ട്. ഇവൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂക്കളൊക്കെ പൊഴിയുന്നുണ്ട്. ഇവന് ശരിയായ വെയിൽ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞും കാന്താരി കേട്ടോ. കുറച്ച് പഴുത്തൊക്കെ നിൽപ്പുണ്ട്. അപ്പം മഴയായതുകൊണ്ട് നമുക്ക് ഒരുപാട് വെളി നിൽക്കാനൊക്കത്തില്ല. കുറച്ച് ചെടികളൊക്കെ നടാനുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പം നമുക്ക് വീണ്ടും അകത്തേക്ക് പോകാം. വരൂ ഗൈസ്, നമുക്ക് ഇനി അകത്തേക്ക് പോയിട്ട് അടുത്ത ജോലികളൊക്കെ നോക്കാം. ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കോവയ്ക്കൊക്കെ ഒന്ന് ഇനിയൊന്ന് മെഴുക്കുരട്ടി വെക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാം. കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ, ഞാനിങ്ങനെ തന്നെ എടുക്കുന്നത്. അപ്പം ഞാൻ ഈ കോവയ്ക്കൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും അറ്റവും മൂലമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ചിലപ്പോൾ നല്ല നീളത്തിലായിരിക്കും ഞാൻ ഇത് അരിയുന്നത്. അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം. ഉള്ളതുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ. അമ്മമ്മ കോവയ്ക്കൊന്നും കഴിക്കത്തില്ല. ചില സമയത്ത് തോന്നുവാണെങ്കിൽ എല്ലാം കഴിക്കും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ നീളത്തിൽ കഴിയും. ഇങ്ങനെ അരിഞ്ഞെടുക്കും. ഇതാ ഇങ്ങനെ നന്നായിട്ട് അരിഞ്ഞെടുക്കും. നന്നായിട്ട് നീളത്തിൽ തന്നെ നമ്മൾ അരിഞ്ഞെടുക്കും. ഇതാണ് ഒന്നും കൂടെ എൻ്റെ രീതിയിലുള്ള ഞാൻ കോവയ്ക്ക് അരിയുന്നത് കേട്ടോ. ഇതാ ഇത്രയും ഇതാ ഇങ്ങനെ നല്ല സ്മോളായിട്ട് അരിഞ്ഞെടുക്കും. അതാകുമ്പോൾ നല്ലപോലെ കോവയ്ക്ക് വെന്തും കിട്ടും കേട്ടോ. ഇനി അടുത്ത ഒരു മോരും കൂടെ കാച്ചണം. അപ്പം അതൊക്കെ കാച്ചിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ കൂട്ടുകാരെ, ഇന്ന് കളിക്കുവാണ്, അതാണ് ഇടയ്ക്ക് കാണാത്തത്. കാർത്തിക്കുട്ടി കുറച്ച് നേരം പഠിച്ചിട്ടൊക്കെ എന്ന് പറഞ്ഞ് പിന്നെ കളിക്കാനായിട്ടൊക്കെ വന്നിരിക്കുകയാണ്. ചായയൊക്കെ മിനി കുക്കിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വർഷത്തെ ആദ്യത്തെ റംബൂട്ടാൻ പഴുത്ത് കേട്ടോ. അപ്പോൾ ഇതാണ് റംബൂട്ടാൻ. ഇതാ യെല്ലോ കളറിലെ റംബൂട്ടാൻ കേട്ടോ നമ്മുടേത്. ഇത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെയാണ്. ഇത് ഈ 3 എണ്ണം ഈ പഴുത്തത് താഴെ ഞാൻ കൈ എത്തിപ്പിച്ചതാ. അപ്പം ഞാൻ വലിയ മരം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാനേ മോര് കാച്ചു കേട്ടോ. മോര് ഇന്ന് അടുപ്പിലാണ് കാച്ചുന്നത്.
അടുപ്പിൽ നിന്ന് വെച്ചാൽ ചട്ടി ആയതുകൊണ്ട് കേട്ടോ മോര് കാച്ചുന്നത്. അപ്പം നന്നായിട്ട് മൂത്ത് വരുന്ന ഇതിലോട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുകയാണ്. ഞാൻ വേറെ രീതിയിൽ മോരുണ്ടാക്കും, അതൊരു ദിവസം നിങ്ങളെ കാണിക്കാതെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം. ഞാനത് ഇടുന്നു കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂടി വെച്ചാണ്. വേണമെങ്കിൽ നമുക്ക് ഈ അടുപ്പിലായതുകൊണ്ട് പെട്ടെന്ന് തീ നന്നായിട്ട് പിടിക്കും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ഇതിലേക്ക് ഇനിയും ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മോരെടുത്ത് ഒഴിക്കാം. മൂക്കട്ടെ. നമ്മൾ ഇട്ട് കൊടുത്ത മോരിൻ്റെ എല്ലാം ഇതേടാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മോരൊഴിച്ച് കൊടുക്കാം. ഞാനിങ്ങനെ ഇതിൻ്റെ പത ഒഴിക്കുന്നില്ല കേട്ടോ. അടിച്ചു വെച്ച മോര് പത അങ്ങ് മാറ്റിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത്രയും പതയുണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഹസ്ബൻഡ് എപ്പോഴും എന്നോട് പറയും പത എടുത്ത് മാറ്റിയിട്ട് വേണം. നേരത്തെ നമ്മുടെ വീട്ടിൽ തൈര് കടയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല കേട്ടോ. അതൊക്കെ ഇനി ഒത്തിരിയും കാലാകാലങ്ങളായില്ലേ, പഴക്കം ചെന്ന് എവിടാന്ന് പോലും അറിയത്തില്ല. അപ്പം നമുക്കിതിലേക്ക് ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ മോര് കാച്ചി കഴിഞ്ഞ് കോവയ്ക്കയും കൂടെ കാണിക്കാം കേട്ടോ. കോവയ്ക്കയും ഉള്ളിയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അടുത്തത് ഈ കോവയ്ക്കയും മെഴുക്കുവരട്ടിയും കൂടെ വെക്കണം. പിന്നെ 2-3 ചിക്കനും കൂടെ വെക്കണം. അപ്പുറത്ത് ചിക്കൻ ഫ്രൈയും ആവുന്നുണ്ട്. അപ്പം ഞാൻ കഴിക്കുന്ന വീഡിയോ പ്രത്യേകിച്ച് ഇടാവല്ലോ, അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. ആവുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതും നമ്മളങ്ങ് എടുത്ത്. ഇനി കുറച്ചും കൂടെ ഇരിപ്പുണ്ട്. നമ്മൾ ഏകദേശം 1-2 പീസൊക്കെ എടുക്കത്തുള്ളൂ. 2 കിലോ 5 കുറച്ച് ദിവസം പോകും. അങ്ങനെ കറി വെച്ച് കൂട്ടുന്ന കാർത്തിക്കുട്ടിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും വല്ലപ്പോഴും ഇടയ്ക്കൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കഴിക്കും. അപ്പോൾ ഇതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാനൊരു ചെറിയൊരു കാര്യവിശേഷങ്ങളാണ് വീട്ടിൽ എടുത്തേക്കുന്നത്. അപ്പോൾ കുറച്ച് മോളുടെ കൂട്ടുകാരിയൊക്കെ ഇങ്ങനെ പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് ബോറടി ആയിരിക്കുമല്ലോ ഇങ്ങനെ കുറേ ചെയ്യുമ്പം, അതുകൊണ്ടാണ് എടുക്കാത്തത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വരും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഉടനെ മറ്റൊരു വീഡിയോസായിട്ട് വരാം. നിങ്ങളാണ് എൻ്റെ വിജയം. അപ്പം നിങ്ങൾ കാണുന്നത് പോലെ ഇരിക്കും എൻ്റെ ചാനലിൻ്റെ റീച്ച്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ.